മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ പച്ചമാങ്ങ വെച്ച് ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പം നമ്മൾക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അത് ഇന്നും മാങ്ങയുണ്ട്, 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, നാരങ്ങ. പിന്നെ നമ്മൾ കുറച്ച് തേന് വേണം. അത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടെയും നന്ദി പറയുകയാണ്. ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾക്ക് ഈ മാങ്ങയെല്ലാം ഒന്ന് തോല് ചെത്തി മുറിച്ചെടുക്കണം. അത് മുറിച്ചെടുത്തിട്ട് വരാം. അത് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാങ്ങയൊക്കെ നിറയെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എന്താ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നികക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതാ മാങ്ങയുടെ വേവാൻ വെച്ചിട്ടുണ്ട്. അത് വേവട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇതാ മാങ്ങയെല്ലാം അവിടെ നല്ലോണം വെന്ത് വരുന്നുണ്ട്. ഉണ്ടോ? ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മാങ്ങ ജ്യൂസിന് ഇഞ്ചിയും തേനും നാരങ്ങ നീരും എല്ലാം കൂടെ ചേരുമ്പോൾ. ഇനി നമ്മൾക്കിതും കൂടെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളുടെ മാങ്ങ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആറിയതിന് ശേഷം നമ്മൾക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. നമ്മളുടെ മാങ്ങ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു മിക്സിൻ്റെ ജ്യൂസർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് നമുക്ക് നല്ലവണ്ണം അടിച്ചെടുക്കാം. നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർക്കാണ്. അത് നമ്മളിവിടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തന്നെ ഫിൽറ്ററായിട്ട് വരും. നമ്മളുടെ ജ്യൂസെല്ലാം ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് തേന് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത്. പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നല്ലൊരു മാങ്ങാ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ട മാങ്ങയുടെ ഇവിടെ ഇഞ്ചി നാരങ്ങ നീര് തേന് എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു അടിപൊളി ജ്യൂസാണിത്. ഈ ചൂടുകാലത്തിന് പറ്റിയൊരു ജ്യൂസാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. മധുരമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇത് ബോട്ടിലെല്ലാം ഒഴിച്ച് വെച്ചാൽ നമുക്ക് കുറേ കാലം ഫ്രിഡ്ജിലിരിക്കും. ബോട്ടിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ തേനൊന്നും ചേർക്കരുത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തേനോ പഞ്ചസാരയോ ചേർത്ത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ മാങ്ങ ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചമാങ്ങ ജ്യൂസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾക്കിതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരവും പുളി എല്ലാം കൂടെ നല്ലോണം സെറ്റാകാൻ വേണ്ടിയിട്ട് ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ലോണം ഇളക്കി കൊടുക്കും. ഇനി നമ്മൾക്കിത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിക്കാം. ഇത് കണ്ടില്ലേ, നല്ലൊരു ജ്യൂസ്, നല്ലൊരു കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചൊരു ഏലക്കാപ്പൊടി മേലെ വിതറി കൊടുക്കാം. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.